ഇന്ന് നമുക്കൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയാലോ. കുറുമയൊക്കെ വൈറ്റ് കളറായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഞാനിത് ഇത്തിരി വ്യത്യാസമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. കാഷ്യൂനട്ടോ ഒന്നും ചേർത്തുന്നില്ല, തേങ്ങ ഒന്നുമില്ല. സിമ്പിളായിട്ട് എങ്ങനെയാണ് ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെ അതിന് ആവശ്യമെന്നും നോക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഒരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി. ഒരുപാട് കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിത് അരച്ചെടുക്കാനാണ്. കാരണം നമ്മൾ കാഷ്യൂനട്ടോ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഇത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടുള്ളൊരു സവാളയാണ്. ഒന്നും മതി, ഒരു മീഡിയം സൈസ്. ഇനി നമുക്ക് അതേ പാനിലേക്ക് വീണ്ടും ഒരു 1-1.5 സവാള ഒന്നും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നമ്മൾ കറി വെക്കാനാണ്. അതിലേക്ക് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ പട്ട, ഒരു ചെറിയ ബേ ലീഫ്, പിന്നെ ഒരു 3 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു 1/2 കിലോയുടെ താഴത്തെ ഉള്ളൂ ചിക്കൻ. അപ്പോൾ ഈ ഒരു അളവ് മതി. അത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ആദ്യം നമ്മൾ വഴറ്റിയ ഉള്ളി അരയ്ക്കാനാണ്, ഇത് നമ്മൾ കറിയിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വരണം. അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതും കൂടെ വഴന്ന് വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയിൽ മാറ്റം വരുത്താം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ മസാലയുടെയൊക്കെ നല്ല മണം വരും. ഇനി ചെറുതായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ആ ഒരു ചിക്കൻ്റെ ഇപ്പം തന്നെ ആ ഒരു മണമൊക്കെ വരാൻ തുടങ്ങും, ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളിയാണ്. ഒരു 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു 3 മിനിറ്റോളം വഴറ്റണം. അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ലപോലെ അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചിക്കൻ പീസും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതേപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. 1/2 കിലോന് താഴെ ഉള്ളൂ, ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് വെക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഇപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർത്തണം. ഈ ഒരു സ്റ്റേജിൽ ആവശ്യത്തിന് ചേർത്തിയാൽ മതി. ബാക്കി പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണിത്. ഇപ്പം നല്ലപോലെ എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ ചിക്കനൊക്കെ നല്ല ഫ്രഷ് ആയ കാരണം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ആദ്യം നമ്മൾ അരച്ചത്, അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി ഒരു 2 മിനിറ്റും കൂടെ ബോയിൽ ചെയ്ത് എടുക്കാം. അതും കൂടെ തിളച്ച് വരുമ്പോൾ ലാസ്റ്റായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിക്കണം. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. അപ്പം നല്ല കൊഴുപ്പോടെ കറി വന്നിട്ടുണ്ട്. തേങ്ങയുടെയും കഷ്യൂനട്ടും ഒന്നും ആവശ്യമില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നല്ല വ്യത്യസ്തമായ ഒരു ചിക്കൻ കുറുമയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഏതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. കുബൂസോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അധികം നമ്മളൊന്നും ചേർത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.